ഹോസ്റ്റലിലോ അപ്പാർട്ട്മെന്റിലൊക്കെ നിൽക്കുന്നവർ, അതിപ്പോ എന്റെ ഫ്രണ്ട്സ് തന്നെ വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നതിന്റെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലെ മെയിൻ വില്ലൻ ആരാന്ന് ചോദിച്ചാൽ അത് ഫുഡാണ്. വീട്ടിൽ നിന്ന് മാറിയിരിക്കുമ്പോൾ ഫുഡ് മര്യാദയ്ക്ക് കിട്ടുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ഓടുന്ന കുറച്ച് പേരെങ്കിലും എനിക്കറിയാം. പക്ഷെ എന്റെ കാര്യം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ കൂടെ ഒരാളും കൂടി ഉണ്ടാവും. യെസ്, ഓഫ് കോഴ്സ്, മടി. വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സ്വയം പര്യാപ്തതയുടെ നിറകുടമായ എനിക്ക് വീട്ടിലെത്തുമ്പോൾ ഒരുതരം പ്രത്യേക അലർജി ഉണ്ടാവും. പണ്ട് തൊട്ടേ ഈ ക്ലീനിങ്, ഓർഗനൈസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യും. അതെനിക്ക് വശമുണ്ടെങ്കിലും ഈ കുക്കിംഗ് അത് എന്നെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് തന്നെ വീട്ടിലെ കിച്ചന്റെ ഏരിയയിലേക്ക് ഞാൻ പോവാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാരും പോലെ വീട്ടിൽ പോയാൽ ഞാൻ ഫുഡ് കഴിക്കാറില്ല. ഈ ഉണ്ടാക്കി വെച്ച ഫുഡ് എടുത്ത് കഴിക്കുന്നത് തന്നെ എനിക്ക് വലിയൊരു ഭാരം. ഇങ്ങനൊക്കെ നടന്നിരുന്ന ഞാനാണ് ഇപ്പൊ വർക്ക്ഔട്ടും കൂടി ചെയ്യുന്നതുകൊണ്ട് 3 നേരമല്ല 5, 6 നേരം ഫുഡ് ഉണ്ടാക്കി കഴിച്ചു ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നമ്മൾ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എല്ലാം ചെയ്യാൻ ഒരാളുണ്ടല്ലോ എന്ന തോന്നലാണ് ഈ മടി വരാനുള്ള ഒന്നാമത്തെ കാരണം. വീട്ടിലല്ലാത്തപ്പോ ഇൻഡിപെൻഡന്റ് വുമൺ എന്നൊക്കെ പറയാമെങ്കിലും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ശങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ പറയേണ്ട അവസ്ഥയാവും. എനിവേ, ഈ വീഡിയോ കാണുന്ന സ്വയം പര്യാപ്ത ജീവിതം ജീവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മളെല്ലാം ഒരേ തൂവലുള്ള പക്ഷികൾ തന്നെ. അപ്പോൾ ഓക്കെ, ബൈ.